സി യു അറ്റ് വർക്ക് ടുമോറോ എന്ന ഡ്രാമയുടെ എപ്പിസോഡ് 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് 3 ആരംഭിക്കുന്നത് പ്രസിഡന്റ് ഹാൻ സീവുവിനെ ഒരു പുതിയ ടീമിനൊപ്പം സ്ഫിയർ ഐസ് റെഫ്രിജറേറ്റർ പ്രൊജക്റ്റിൽ ജോലി ചെയ്യാൻ പറയുന്നതോടെയാണ്. സംസാരത്തിനിടെ എക്സിക്യൂട്ടീവ് സ്ഥാനത്തെത്തിയ ശേഷം വീണ്ടും അമേരിക്കയിലേക്ക് മടങ്ങാനാണ് സീവുവിന്റെ ലക്ഷ്യമെന്ന് അറിയാം. തുടർന്ന് അദ്ദേഹത്തിന്റെ കൃത്യമായ രാവിലത്തെ ദിനചര്യ കാണിക്കുന്നു. റോക്ക് ക്ലൈംബിംഗ്, ചായ കുടിക്കൽ, സപ്ലിമെന്റുകൾ കഴിക്കൽ എന്നിവ ഉൾപ്പെടെ. ഓഫീസിലെത്തിയ സീവു ജിയൂൺ തന്റെ ടാസ്ക് ഫോഴ്സിൽ ചേരണമെന്ന് പറയുമ്പോൾ അമ്പരക്കുന്നു. മാനേജർ കോ എതിർക്കാൻ ശ്രമിക്കുമ്പോൾ സീവു ജിയൂണിനെ തന്റെ അടുത്തേക്ക് വലിച്ചു നിർത്തി അവളെ ഔദ്യോഗികമായി ടീമിൽ ഉൾപ്പെടുത്തുകയാണ്. അങ്ങനെ അവർ സ്ഫിയർ ഐസ് റെഫ്രിജറേറ്റർ പ്രോജക്റ്റ് ആരംഭിക്കുന്നു. സീവു ചിലപ്പോൾ വളരെ സൗമ്യനായും ചിലപ്പോൾ വളരെ കടുപ്പമായും പെരുമാറുന്നതിനാൽ ജിയൂണിന് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇരുവരും ഡെവലപ്മെന്റ് ലാബിലെത്തുമ്പോൾ തന്റെ ആശയമാണ് സീവു ഉപയോഗിച്ചതെന്ന് ജിയോൺ തിരിച്ചറിയുന്നു. ഐസ് സ്പൈക്കുകൾ രൂപപ്പെടുന്ന രീതിയിൽ ഓരോ തുള്ളി വെള്ളവും വേർതിരിച്ച് ഫ്രീസ് ചെയ്താണ് ഗോളാകൃതിയിലുള്ള ഐസ് നിർമ്മിക്കുന്നത്. മാനേജർ കോയുടെ പോലെ പെരുമാറാതെ ആ ആശയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും സീവു ജിയോണിനാണ് നൽകുന്നത്. എന്നാൽ ഐസ് ഇപ്പോഴും മങ്ങലോടെയായതിനാൽ അത് കൂടുതൽ സുതാര്യമാക്കാൻ ഡെവലപ്പർമാരോട് അദ്ദേഹം നിർദ്ദേശിക്കുന്നു. മടങ്ങുമ്പോൾ പ്രൊജക്ടിന്റെ പുരോഗതി റിപ്പോർട്ട് തയ്യാറാക്കാനും ജിയോണിനോട് അവൻ പറയുന്നുണ്ട്. ഓഫീസിലെത്തിയ ഉടൻ മുൻപത്തെ ടീമിന്റെ റിപ്പോർട്ട് പൂർത്തിയാക്കാത്തതിന് മാനേജർ കോ ജിയോണിനെ ശകാരിക്കുന്നു. സീവുവും മാനേജർ കോയും തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ വീക്കെൻഡിന് മുൻപ് 2 റിപ്പോർട്ടുകളും പൂർത്തിയാക്കാമെന്ന് ജിയോൺ തന്നെ ഉറപ്പു നൽകുന്നുണ്ട്. അതേസമയം നോവ ഓഫീസിന് പുറത്ത് തന്റെ സഹോദരിയെ കാണുന്നു. മുടിയും വസ്ത്രധാരണവും കണ്ടപ്പോൾ അവൾക്ക് ചെറിയ നാണം തോന്നുന്നുണ്ട്. വൈകുന്നേരം ജിയൂണും സീവുവും ഒരേ സമയം ജോലി കഴിഞ്ഞ് ബസ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. പിന്നീട് ഇരുവരും ഒരേ വഴിയിലൂടെയാണ് വീടുകളിലേക്ക് നടക്കുന്നതും. ആ വീക്കെൻഡിൽ നോവ തന്റെ ബോയ്ഫ്രണ്ട് ഗുവോണിനെ കാണുന്നു. തനിക്കിനി മറ്റൊരാളെയാണ് ഇഷ്ടമെന്നും നോവയോടുള്ള വികാരങ്ങൾ ഇല്ലെന്നും അവൻ തുറന്നു പറയുന്നു. പണ്ടൊരിക്കൽ അവൻ തന്നെയാണ് നോവയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അന്ന് നോവ സന്തോഷത്തോടെ ആ ബന്ധം അംഗീകരിച്ചു. പ്രസന്റിൽ ബന്ധം തുടരാൻ നോവ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചെങ്കിലും അവൻ തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്നു. ആ വിഷമത്തിൽ കടൽ തീരത്ത് വന്നു നിന്ന് അവൾ കരയുമ്പോൾ ഒരു അജ്ഞാതൻ തന്റെ ക്യാപ്പ് അവളുടെ തലയിൽ വെച്ച് കണ്ണീർ മറച്ചുകൊടുത്ത് കടലിലേക്ക് ഓടിപ്പോകുന്നു. അപ്പോൾ നോവയുടെ നായകനും വന്നെന്ന് തോന്നുന്നു അല്ലേ? അതേസമയം ജിയൂൺ മാനേജർ കോയുടെ എക്സിക്യൂട്ടീവ് റിപ്പോർട്ടിൽ മുഴുകിയിരിക്കുകയാണ്. വീക്കെൻഡിന്റെ അവസാന മണിക്കൂറുകളിലെങ്കിലും ആസ്വദിക്കാനായി അവൾ രാമൻ തയ്യാറാക്കി ബിയർ തുറക്കുന്നു. എന്നാൽ സുഹൃത്ത് സ്യൂങ് ജോണിന്റെ ഫോൺ കോൾ എല്ലാം മാറ്റിമറിക്കുകയാണ്. ഗായോൾ തന്റെ മുഴുവൻ പണവും ആൽബത്തിനായി ചെലവഴിച്ചുവെന്നും ജിയൂണിനൊപ്പം ജീവിക്കാനാണ് അവൻ അതെല്ലാം ചെയ്തതെന്നും അദ്ദേഹം പറയുന്നു. താമസിക്കാൻ ഇടമില്ലാതെ ഗായോൾ ജിയൂണിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാകാമെന്നും അദ്ദേഹം സംശയിക്കുന്നുണ്ട്. ഒരു ഫ്ലാഷ് ബാക്കിൽ ഗായോൾ തന്റെ പുതിയ പാട്ട് ജിയൂണിനെ കേൾപ്പിക്കുന്നു. അത് ടൈറ്റിൽ ട്രാക്ക് ആക്കണമെന്ന് അവൾ പറയുമ്പോൾ പാട്ട് ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്ന് അവൻ പറയുന്നു. അടുത്ത ദിവസം രാവിലെ ഗായോൾ അതേ പാട്ടിന്റെ വീഡിയോ ജിയൂണിന് അയക്കുന്നു. ട്രെയിൻ സ്റ്റേഷനിൽ അത് കണ്ട് അവൾ കരഞ്ഞു പോകുന്നുണ്ട്. അതിന്റെ സ്വാധീനത്തിൽ ഓഫീസിൽ വൈകിയെത്തുകയും പതിവില്ലാത്ത തെറ്റുകൾ അവൾ ചെയ്യുകയും ചെയ്യുന്നു. സീവു അതുകൊണ്ട് തന്നെ അവളെ ശകാരിക്കുകയാണ്. ശരീരാസ്വാസ്ഥ്യം തോന്നിയ ജിയൂൺ ഓഫീസിലെ നഴ്സിനെ കാണുന്നു. തമാശയായി അവൾക്ക് ബോസ് സിക്നസ് ആണെന്നാണ് നഴ്സ് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന നോവയോടൊപ്പം കാപ്പി കുടിക്കുമ്പോൾ ഇരുവരും തങ്ങളുടെ പ്രണയ പ്രശ്നങ്ങൾ പങ്കുവെക്കുന്നു. അടുത്ത ദിവസം ജിയൂൺ നേരത്തെ ഓഫീസിലെത്തുന്നു. പുതിയ ഐസ് ഗോളുകൾ കൂടുതൽ സുതാര്യമായിട്ടുണ്ടെങ്കിലും സീവുവിന് അതിലും തൃപ്തിയില്ല. കൂടുതൽ വ്യക്തത വേണമെന്ന് അദ്ദേഹം പറയുന്നു. അതിന്റെ ആവശ്യകത മനസ്സിലാക്കാൻ തന്റെ സുഹൃത്തിന്റെ ബാറിലേക്ക് ജിയൂണിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അവൻ. അവിടെ അതിമനോഹരമായ സുതാര്യ ഐസ് ഗോളം ഉപയോഗിച്ച് തയ്യാറാക്കിയ പാനീയം കണ്ടപ്പോൾ അതിന്റെ വ്യത്യാസം ജിയൂൺ തിരിച്ചറിയുന്നു. പിന്നീട് സീവു കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. ഈ തവണ ബോയ്ഫ്രണ്ടുമായി ശരിക്കും പിരിഞ്ഞുവെന്ന് ജിയൂൺ സമ്മതിക്കുകയാണ്. തുടർന്ന് തന്റെ രീതിയിൽ പ്രൊജക്ട് കൈകാര്യം ചെയ്യാൻ അനുവദിക്കണമെന്ന് അവൾ ആവശ്യപ്പെടുന്നു. അതോടെ ഒരു ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് രീതിയിൽ സീവുവിനെ കുറിച്ച് തമാശ പറഞ്ഞുകൊണ്ടെങ്കിലും ടീമിനെ കൂടുതൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ അവൾ പ്രോത്സാഹിപ്പിക്കുന്നു.
പ്രൊജക്ടിനായി എല്ലാവരും കഠിനമായി പരിശ്രമിക്കുകയാണ്. ഒരു സമയത്ത് നിങ്ങൾക്ക് സുഖമാണോ എന്ന് ജിയൂൺ സീവൂവിനോട് ചോദിക്കുന്നു. അപ്രതീക്ഷിതമായ ആ ചോദ്യം അവനെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ജോലി കഴിഞ്ഞ് ഇരുവരും ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ വീണ്ടും കണ്ടുമുട്ടുന്നു. രണ്ടുപേർ ചേർന്ന് വാങ്ങുമ്പോൾ ഓഫർ ലഭിക്കുന്നതിനാൽ ഒരുമിച്ച് സാധനങ്ങൾ വാങ്ങുകയാണ് അവർ. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സീവു അവളെ കാറിൽ കൊണ്ടുപോകുന്നുണ്ട്. ഓഫീസിൽ ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്ന് അവൻ ചോദിച്ചപ്പോൾ ഇത്രയും കാലം ഒറ്റയ്ക്ക് ജോലി ചെയ്ത് അദ്ദേഹത്തിന് ഒറ്റപ്പെട്ട അനുഭവമായിരിക്കുമെന്നായിരുന്നു അവൾ കരുതിയത്. എന്നാൽ ഇപ്പോൾ ടീമായി വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചോദിച്ചതാണെന്ന് ജിയോൺ പറയുന്നു. അതിന് സീവു ഹൃദയത്തിൽ നിന്നും അവളോട് നന്ദി പറയുന്നുണ്ട്. വീട്ടിലെത്തിയപ്പോൾ ഗായുൾ ജിയോണിനായി കാത്തു നിൽക്കുകയാണ്. ഗായുൾ എത്തി ഷോപ്പിംഗ് ബാഗുകൾ എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ സീവു പോകാൻ ഒരുങ്ങുമ്പോൾ ജോലി സംബന്ധിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ജിയോൺ സീവുവിനെ തടയുകയാണ്. ഇരുവരും തമ്മിൽ അല്പം അസ്വസ്ഥമായ കൈകോർക്കൽ നടക്കുന്നു. എന്നാൽ പോകുന്നതിന് മുൻപ് തന്റെ ആദ്യ ലൈവ് സംഗീത പരിപാടിയുടെ ടിക്കറ്റ് ഗായുൾ ജിയോണിന് നൽകുന്നു. അടുത്ത ദിവസം ഒടുവിൽ ഡെവലപ്മെന്റ് ടീം പൂർണ്ണമായും സുതാര്യമായ ഐസ് ഗോളം നിർമ്മിച്ച് സീവുവിന്റെ അംഗീകാരം നേടുന്നു. സന്തോഷത്തിൽ എല്ലാവർക്കും ടീം ഡിന്നർ നൽകാമെന്ന് സീവു പറയുന്നുണ്ട്. അവിടെ വെച്ച് അത് ഗായോളിന്റെ ലൈവ് ഷോ നടക്കുന്ന ദിവസമാണെന്ന് അദ്ദേഹം ഓർക്കുന്നു. ജിയോണിന് ലൈവ് ഷോയ്ക്ക് പോകണമെന്നുണ്ടെന്ന് മനസ്സിലാക്കിയ സീവു നിനക്കെന്താണ് അവനോട് ഇപ്പോഴും ഉള്ളതെന്ന് കണ്ടെത്താൻ പോയി നോക്ക് എന്ന് പറയുകയാണ്. അങ്ങനെ ലൈവ് സംഗീത പരിപാടിയിൽ ദാരിദ്ര്യകാലത്ത് തനിക്കൊപ്പം ഉണ്ടായിരുന്ന ജിയോണിനോട് എത്ര നന്ദിയുണ്ടെന്ന് ഗായുൾ എല്ലാവരുടെയും മുന്നിൽ പറയുന്നു. തുടർന്ന് അവൾക്കായി എഴുതിയ ലൈക്ക് എ കാറ്റ് എന്ന പാട്ട് ആലപിക്കുകയാണ് അവൻ. ഫ്ലാഷ് ബാക്കിൽ ഇരുവരും ചേർന്ന് ഒരു പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന രംഗങ്ങളും വിവാഹത്തെക്കുറിച്ച് ജിയോൺ ചോദിക്കുമ്പോൾ വിവാഹത്തേക്കാൾ കൂടുതൽ ഒരുമിച്ച് താമസിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്ന് ഗായുൾ പറയുന്നതും കാണിക്കുന്നു. അന്ന് ജിയോൺ പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന രാത്രിയിൽ ഗായുൾ വീട്ടിലെത്തിയിരുന്നുവെന്നും അവൾ പ്രപ്പോസ് ചെയ്യാനിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ശേഷം മനഃപൂർവ്വം അവിടെ നിന്ന് പോയി മെസ്സേജ് അയച്ചതാണെന്നും ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. പ്രസന്റിലേക്ക് മടങ്ങുമ്പോൾ ബന്ധം അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം ജിയോണിനുണ്ടായിരുന്നുവെന്നും പ്രപ്പോസൽ വഴി ആ തീരുമാനത്തിന്റെ ഉത്തരവാദിത്തം ഗായോളിനുമേൽ ചുമത്താനുമായിരുന്നു അവൾ ശ്രമിച്ചതെന്നും ജിയൂൺ സ്വയം തിരിച്ചറിയുന്നു. അവൾ പ്രപ്പോസ് ചെയ്താൽ അവൻ റിജക്റ്റ് ചെയ്യുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. കണ്ണീരോടെ അവൾ പുറത്തേക്ക് പോകുമ്പോൾ ഗായോൾ പിന്നാലെ ഓടി വന്ന് വിവാഹ അഭ്യർത്ഥന നടത്തുകയാണ്. സീൻ കട്ടായാൽ ജിയൂൺ ഇല്ലാത്തതിനാൽ ടീം ഡിന്നർ പതിവിനേക്കാൾ നിശബ്ദമാകുന്നു. വീട്ടിലെത്തിയ സീവു തന്റെ ജനലിൽ ഒട്ടിച്ചിരിക്കുന്ന കുറിപ്പുകൾ വീണ്ടും കാണുന്നുണ്ട്. ജിയൂണിനെ ടീമിൽ ചേർക്കേണ്ട കാരണങ്ങൾ എഴുതിയ ആ കുറിപ്പിലെ അവസാന വരി ഇങ്ങനെയായിരുന്നു: അവൾ എന്നെ ചിരിപ്പിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ജിയൂൺ നേരത്തെ ഓഫീസിലെത്തുന്നു. അവളുടെ കരഞ്ഞുയർത്ത കണ്ണുകൾ ശ്രദ്ധിച്ച സീവു ബോയ്ഫ്രണ്ടുമായി വീണ്ടും ചേർന്നോ എന്ന് ചോദിക്കുന്നു. ഇല്ല, ഇനി ശരിക്കും എല്ലാം അവസാനിച്ചുവെന്ന് അവൾ മറുപടി പറയുന്നുണ്ട്. അത് കേട്ട സീവു ഒടുവിൽ ഒരു ചോദ്യം അവളോട് ചോദിക്കുകയാണ്: അപ്പോൾ ഈ വീക്കെൻഡിൽ ഫ്രീ ആയിരിക്കുമല്ലേ എന്ന്. സീ യു അറ്റ് വർക്ക് ടുമോറോ എന്ന ഡ്രാമയുടെ 4ാമത്തെ എപ്പിസോഡിൽ എന്ത് നടക്കുമെന്ന് കാണണമെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.